കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ആരതി ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറി സ്പെഷ്യലായിട്ടും അതുപോലെ വാലന്റൈൻസ് ഡേ വരാൻ പോകുന്നതിനൊക്കെ നമുക്ക് സ്പെഷ്യലായിട്ട് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ സാധിക്കുന്ന ഒരു ബോട്ടിൽ ആർട്ടായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അത് കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂട്ടോ. അപ്പോൾ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു പ്ലാസ്റ്റിക് ജ്യൂസ് ബോട്ടിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഹാർട്ട് ഷേപ്പിലുള്ളൊരു ഫോട്ടോ ഫ്രെയിമാണ്. അപ്പോൾ അതിന് പറ്റുന്ന തരത്തിലുള്ള വലിപ്പത്തിലുള്ളൊരു ബോട്ടിലെടുക്കാം. അപ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിലായ കാരണം നമ്മൾ ഇതിനെ ടിഷ്യൂ പേപ്പർ കൊണ്ടൊന്ന് കവർ ചെയ്തെടുക്കാൻ പോവാണ്. വൈറ്റ് ഗ്ലൂവും വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് തുല്യ അളവിലെടുത്ത് മിക്സ് ചെയ്ത് ബോട്ടിൽ അപ്ലൈ ചെയ്തിട്ട് ടിഷ്യൂ പേപ്പർ ഒരു 3-4 ലെയർ ഒട്ടിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഗ്ലാസ് ബോട്ടിലാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. ഡയറക്റ്റായിട്ട് നമുക്ക് ഫോട്ടോ അതിൽ സ്റ്റിക്ക് ചെയ്ത് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിലായതുകൊണ്ട് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് മസ്റ്റായിട്ടും ചെയ്യണം. ടിഷ്യൂ പേപ്പർ ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് കവർ ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ബോട്ടിലുള്ള ആ സ്റ്റിക്കേഴ്സ് ഒന്നും റിമൂവ് ചെയ്തിട്ടില്ല. അതിൻ്റെ മേലെ നമ്മളിങ്ങനെ 4 ലെയർ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കഴിഞ്ഞ് പിന്നെ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ ആ സ്റ്റിക്കറൊന്നും നമുക്ക് കാണില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 4 ലെയറൊക്കെ ഞാൻ ഇതുപോലെ ഒട്ടിച്ചെടുക്കാൻ പോവാണ്. നമ്മൾ ബോട്ടിലിനെ നന്നായിട്ട് ടിഷ്യൂ പേപ്പർ കൊണ്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഡ്രൈ ആവാനായിട്ട് വയ്ക്കാം. ഡ്രൈ ആയതിനു ശേഷം ഈ ഒരു ഫോട്ടോ ആണ് ഞാൻ സ്റ്റിക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നെയിം സ്ലിപ്പ് പോലെ ഒരു സ്റ്റിക്കർ പേപ്പറിലാണ് കേട്ടോ പ്രിൻ്റ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. അതിൽ ഓൾറെഡി ഗ്ലൂ ഉണ്ടായിരിക്കും. അപ്പോൾ ആ പേപ്പർ റിമൂവ് ചെയ്ത് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. അല്ലെങ്കിൽ വൈറ്റ് ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് സാധാ പ്രിൻ്റ് ആണെങ്കിൽ അങ്ങനെ ഒട്ടിച്ചെടുക്കാം. ഫോട്ടോ ഒക്കെ നമ്മൾ നല്ല രീതിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ചുറ്റുമായിട്ട് റോസാപ്പൂക്കൾ കൊണ്ട് ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കാൻ പോവാണ്. അത് ക്ലേ കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ക്ലേ കയ്യിലും താഴെയൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറേ റോസാപ്പൂക്കൾ ആവശ്യമുണ്ട്. കുഞ്ഞു കുഞ്ഞേ റോസാപ്പൂക്കൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോവാണ് ക്ലേ കൊണ്ട്. കണ്ടോ, ഇതുപോലെ നമുക്ക് റോസാപ്പൂക്കൾ കുറേ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് വലുതാണ്, ഇതിനേക്കാളും ചെറുതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. 1-2 ഇതുപോലെ വലുത് വേണം. ഓക്കെ, ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കണം. എന്നാലാണ് അത് കറക്റ്റായിട്ട് അതിൽ സ്റ്റിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ സെയിം മെത്തേഡിൽ നമ്മൾ ഇതുപോലെ കുറേ റോസാപ്പൂക്കൾ ഇനി ഉണ്ടാക്കാൻ പോവാണ്. അതൊന്നും ഞാൻ ഇനി വീഡിയോയിൽ കാണിക്കുന്നില്ല, കാരണം സെയിം തന്നെയല്ലേ, അത് റിപ്പീറ്റ് ചെയ്യേണ്ടെന്ന് വെച്ചിട്ട്. അപ്പോൾ ഇതിനേക്കാളും ചെറിയ സൈസിൽ കുറേ റോസാപ്പൂക്കൾ ഇതാ ഉണ്ടാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയൊന്നും പോരാട്ടോ, ഇതൊന്ന് വെച്ച് നോക്കാം സൈസ് കറക്റ്റാണോ എന്ന്. അപ്പോൾ ഈ സൈസ് ഓക്കെയാണ്. ഈ സൈസിൽ ഇനി നമുക്ക് കുറേയും കൂടി ഉണ്ടാക്കിയെടുക്കണം ചുറ്റും ഒട്ടിക്കാനായിട്ട്. ഇതാ അപ്പോൾ കുറേ റോസാപ്പൂക്കൾ ഞാൻ ഉണ്ടാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഗ്ലൂ ഗൺ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഒട്ടി കിട്ടും. വൈറ്റ് ഗ്ലൂവും യൂസ് ചെയ്യാം. അത് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിക്കുമ്പോൾ അത് വീണ് പോകാനും കുറേ ടൈം എടുക്കുമല്ലോ ഇതൊക്കെ ഒട്ടിച്ച് വരാനായിട്ട്. അപ്പോൾ ഗ്ലൂ ഗണ്ണാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ ഓരോന്നായിട്ട് ഹാർട്ട് ഷേപ്പിൽ ഒട്ടിച്ചെടുക്കാം. അങ്ങനെ ഇതാ നമ്മൾ ഒരു ലെയർ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്തു. ഞാൻ 2 ലെയർ ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ എല്ലാ റോസാപ്പൂക്കളും ഇതാ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഗ്ലൂ ഗൺ കൊണ്ട് ഇത് ഒട്ടിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ നൂല് പോലെയായിട്ട് വരും. അതൊക്കെ നമ്മളൊന്ന് ബ്രഷ് കൊണ്ട് റിമൂവ് ചെയ്യാം. അതിനുശേഷം റോസാപ്പൂക്കൾ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ബോട്ടിലിൻ്റെ എല്ലായിടത്തും ഇതുപോലെ ബ്ലാക്ക് കളർ അക്രിലിക് കളർ അടിച്ചു കൊടുക്കാം.
അപ്പോൾ നമ്മൾ ബോട്ടിൽ ഫുള്ളായിട്ട് റോസാപ്പൂക്കൾ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട്. അടുത്ത പണി എന്ന് പറയുന്നത് ആ ബോട്ടം പോർഷനിൽ നമ്മൾ കുറച്ച് വൈറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളിനി അവിടെ കുറച്ച് മസ്റ്റേർഡ് സീഡ്സ് കടുക് മണികൾ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ പണ്ടൊരു ബിസ്ക്കറ്റ് കവറൊക്കെ വെച്ചിട്ട് മിറർ വർക്ക് ബോട്ടിലായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഇതുപോലെ തന്നെ നമ്മൾ കടുക് മണികൾ ഇതുപോലെ യൂസ് ചെയ്തിട്ടുണ്ട്. ചുമ്മാ വൈറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്യുക, എന്നിട്ട് കടുക് മണികൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ സൈസിൽ ക്ലേ നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത്രയും ചെറിയ സൈസിൽ അങ്ങനെ പറ്റുമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ മണൽ കുറച്ച് തരി തന്നെയുള്ള മണൽ നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കടുക് മണികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റോസാപ്പൂക്കൾക്കൊക്കെ കളർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ റെഡ് കളറാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. റെഡ് കളർ അക്രലിക് കളർ നമുക്ക് ഓരോരോ റോസാപ്പൂക്കൾക്കായിട്ട് ഇതുപോലെ അടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ റോസാപ്പൂക്കളൊക്കെ ഇതാ കളർ ചെയ്തെടുത്ത് ചുവന്ന റോസാപ്പൂക്കളായിട്ടുണ്ട്. അടുത്തതെന്ന് പറയുന്നത് നമ്മൾ കടുക് മണികൾ ഇങ്ങനെ വെറുതെ ഇട്ട് വയ്ക്കില്ല. ആദ്യം തന്നെ നമുക്കതിന് ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കാം. അപ്പോൾ സോഫ്റ്റായിട്ട് നമ്മൾ അടിച്ചു കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കടുക് മണികൾ അവിടെ നിന്ന് വിട്ടു പോരും. അപ്പോൾ സ്പോഞ്ച് കൊണ്ടോ അല്ലെങ്കിൽ ബ്രഷ് കൊണ്ടോ ആയാലും വളരെ സോഫ്റ്റായിട്ട് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ഈ കളറ് ഡ്രൈ ആയതിനു ശേഷം ബാക്കി പണി അതുമ്പോൾ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ബോട്ടിലിന് ബ്ലാക്ക് കളർ മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കണമെങ്കിൽ അതാവാം. അല്ലെങ്കിൽ ഞാൻ വേറെ കളറൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നതാണ്. ചുമ്മാ കുറച്ച് റെഡ് കളർ ഒന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ഡാമ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്കൊരു ആൻറ്റിക് ലുക്ക് വേണമെങ്കിൽ ഇതുപോലെ പേൾ മെറ്റാലിക് കളേഴ്സിൽ ഗോൾഡനോ അല്ലെങ്കിൽ ബ്രോൺസോ എടുത്തിട്ട് അത് ഫിംഗർ ടിപ്പിലെടുത്ത് ഇതുപോലെ അവിടെ എവിടെയായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പക്ഷേ ഇതിനേക്കാളും എനിക്ക് കൂടുതൽ നല്ല ലുക്കായിട്ട് തോന്നിയത് ബ്ലാക്ക് കളറായിട്ട് ഇരിക്കുമ്പോഴാണ്. ആ ബ്ലാക്ക് റെഡ് കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മൾ പിന്നീട് മാറ്റുന്നുണ്ട്. ഇപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പേൾ മെറ്റാലിക് കളേഴ്സിൽ കോപ്പർ എടുത്തിട്ട് നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ മേലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു ഷൈനിങ് എഫക്റ്റ് കിട്ടാനായിട്ട്. അപ്പോൾ പേൾ മെറ്റാലിക് കളേഴ്സ് ഇല്ലാത്തവർ വിഷമിക്കേണ്ട, നമ്മൾ വാർണിഷ് അടിച്ച് കൊടുത്താൽ നല്ലൊരു ഷൈനിങ് കിട്ടും കേട്ടോ. അടുത്തത് നമ്മുടെ മസ്റ്റേർഡ് സീഡ്സിലെ ബ്ലാക്ക് കളർ പെയിൻറ്റ് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗോൾഡൻ കളർ എടുത്തിട്ട് പേൾ മെറ്റാലിക് കളേഴ്സിൽ ഗോൾഡൻ കളർ ഫിംഗർ ടിപ്പിലെടുത്തിട്ട് പതുക്കെ അതിൻ്റെ മേലെ അതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബ്രഷ് കൊണ്ടും നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇടയിലൊക്കെ നമുക്ക് കൈ കൊണ്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. ആ ഫ്ലവറിൻ്റെ ഒക്കെ ഇടയിലൊക്കെ ആയിട്ട് അവിടെയൊക്കെ നമ്മൾ സോഫ്റ്റായിട്ട് ഇതുപോലെ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അടുത്തായിട്ട് നമ്മുടെ ഫോട്ടോൻ്റെ മേലെ ഞാൻ വാർണിഷ് അടിച്ചു കൊടുക്കുകയാണ്. ആ നോർമൽ വാർണിഷാണ് കേട്ടോ, പിക്ചർ വാർണിഷൊക്കെ ആയിരിക്കും കൂടുതൽ നല്ലത്. ഫ്ലവറിൻ്റെ മേലെയും വാർണിഷ് അടിച്ചു കൊടുക്കുകയാണ്. അടുത്തായിട്ട് നമ്മൾ വൈറ്റ് കളർ പെയിൻറ്റിൽ അക്രലിക് കളർ പെയിൻറ്റിൽ പേൾ മെറ്റാലിക് കളേഴ്സിൽ സിൽവറും കൂടി ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അതിൽ കുഞ്ഞേ ക്ലേ മണികൾ ഞാൻ ഉണ്ടാക്കിയെടുത്തേക്കാണ്. അത് നമ്മൾ ഈ പെയിൻറ്റിലിട്ട് കൊടുത്ത് ഒന്ന് കളർ ചെയ്തെടുക്കാം. നമ്മുടെ ഫ്ലവറിന് കുറച്ചും കൂടി ഒരു ലുക്കാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ നല്ല പേൾസ് ഉണ്ടെങ്കിൽ, നല്ല വൈറ്റ് കളർ പേൾസ് കുഞ്ഞു മണികളുണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. ഡ്രൈ ആയതിനു ശേഷം ഓരോരോ റോസാപ്പൂക്കളുടെ സെൻറ്ററിലായിട്ട് വൈറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഈ ക്ലേ മണികളോ അല്ലെങ്കിൽ കുഞ്ഞു പേൾസ് ഉണ്ടെങ്കിൽ അതോ ഇതുപോലെ സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കുറച്ചും കൂടി ലുക്കായിട്ടുണ്ട്. അപ്പോൾ ഞാൻ മേലെ ബ്ലാക്ക് കളറാക്കി കൊടുത്തു കേട്ടോ, അതാണ് കൂടുതൽ ഭംഗി. അടുത്തായിട്ട് നമുക്കൊരു ബോ സെറ്റ് ചെയ്ത് കൊടുക്കാം. വലിയ പണികളൊന്നും മേലെ ചെയ്യുന്നില്ല. അതിനു മുമ്പ് ബോ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് മേലെ നമ്മൾ വാർണിഷ് അടിച്ചിരുന്നില്ല, വാർണിഷ് അടിച്ചു കൊടുക്കാം. വാർണിഷ് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ബോ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ബോ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ വേറെ വർക്കൊന്നും മേലെ ചെയ്യാത്തത്. അപ്പോൾ പിന്നെ ഫോട്ടോ ഫ്രെയിമാണ് മെയിനായിട്ട്, ആ ഭാഗം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. മേലെ എന്തെങ്കിലും എക്സ്ട്രാ വർക്കുകൾ ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഫ്ലവേഴ്സ്, ബീഡ്സ്, അതുപോലെ ഹാർട്ട് ഷേപ്പിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞാനെന്തായാലും ഇവിടെ അവസാനിപ്പിച്ചു. പിന്നെ നമ്മൾ സ്റ്റിക്കർ സ്റ്റോൺസ് ഇതുപോലെ ഉണ്ടായിരുന്നു, അത് ഇതുപോലെ മേലെ ഒട്ടിച്ചു കൊടുത്തു നോക്കി. പിന്നെ അത് റിമൂവ് ചെയ്തു, അതൊന്നും വേണ്ട, ഇത് തന്നെ മതി എന്ന് വെച്ചു. അങ്ങനെ ആനിവേഴ്സറി സ്പെഷ്യൽ ബോട്ടിലാട്ട് ഇതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലുള്ള വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. അതുവരെ നിങ്ങളോട് ബായ് പറഞ്ഞു പോകുന്നു. നിങ്ങളുടെ സ്വന്തം ശ്രുതി മകേഷ്.